ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു കളർ പെൻസിൽ ഡ്രോയിങ്ങാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആറാട്ട് എന്ന സിനിമയിലെ മോഹൻലാലിൻ്റെ ഫേസാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ കളർ പെൻസിൽ ഡ്രോയിങ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഔട്ട്ലൈന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ലൈറ്റായിട്ട് വരച്ചാൽ മതി. അതായത് നമ്മൾ സാധാരണ ഗ്രാഫൈറ്റ് പെൻസിൽ ഡ്രോയിങ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല തെളിച്ച് തന്നെ വരച്ചിട്ടൊക്കെ ചെയ്യുന്നുണ്ട് ഔട്ട്ലൈന്. അപ്പോൾ കളർ പെൻസിൽ നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ഔട്ട്ലൈൻ ചെയ്യുമ്പം ഒരുപാട് തെളിച്ച് വരയ്ക്കണമെന്നില്ല. ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് തെളിച്ച് വരയ്ക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പം ജസ്റ്റ് ചെറിയൊരു ലൈറ്റായിട്ടുള്ള വര മാത്രം മതി. നമുക്ക് കളർ പെൻസിൽ ആയതുകൊണ്ട് കൂടുതലും യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ ഒത്തിരി തെളിച്ച് വരയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയ്ക്കും പറയുന്നത് തന്നെ നിങ്ങൾ മാക്സിമം സമയം എടുത്ത് തന്നെ ഔട്ട്ലൈൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. നമ്മുടെ ഔട്ട്ലൈൻ നന്നായിട്ട് മാത്രമേ നമുക്ക് മുമ്പോട്ട് നമ്മൾ വരച്ച് വരുമ്പോൾ നമുക്ക് നല്ലതായിട്ട് വരച്ചെടുക്കാൻ സാധിക്കത്തുള്ളൂ. നമ്മൾ ഗ്രിഡ് മെത്തേഡാണ് ഔട്ട്ലൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ വരച്ചാൽ കുഴപ്പമില്ല. പക്ഷേ ഔട്ട്ലൈൻ നല്ലതായിട്ട് തന്നെ കിട്ടിയിരിക്കണം. നമുക്ക് ഇന്നലെ മാത്രം നമുക്ക് മുമ്പോട്ട് നല്ലതായിട്ട് വരയ്ക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഔട്ട്ലൈൻ എടുക്കുമ്പോൾ മാക്സിമം നല്ല സമയം എടുത്ത് തന്നെ ചെയ്യുക. ഇതിൽ ഓരോ ബോക്സും മനസ്സിലാക്കിയ ശേഷം ഓരോ ബോക്സിൽ എന്തൊക്കെയാണുള്ള കാര്യങ്ങൾ അതിങ്ങോട്ട് അതേപടി വാർത്തെടുക്കുക. നിങ്ങൾക്ക് ഡ്രോയിങ് എന്താണെന്ന് അറിയാമായിരിക്കില്ല. ഞാൻ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടവർക്ക് അത് ഇതെന്താണെന്ന് ഡ്രോയിങ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും. എനിക്കിവിടെ പനി ഒന്ന് പിടിച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് സൗണ്ടൊന്നും അത്ര ക്ലിയർ ആയിട്ടില്ല. അതുകൊണ്ട് ഞാൻ വോയിസ് വിട്ട് വീഡിയോ കൂടുതലും ചെയ്യാഞ്ഞത്. തൊണ്ടയിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് പറയുമ്പം ചെറിയ മിസ്റ്റേക്ക് വരുന്നുണ്ട്. ഇതിലിപ്പം കൈവിരലുകളൊക്കെ വരയ്ക്കുമ്പം വിരലുകൾ മുഴുവനായിട്ടൊന്നും കാണുന്നില്ല. ജസ്റ്റ് ഒരു ഓരോ വിരലിനും വരകൾ പോലെ ജസ്റ്റ് അവിടെ കാണുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ഭാഗം മാത്രമായിട്ട് വരയ്ക്കുക. വിരൽ ഫുള്ളായിട്ട് വരയ്ക്കേണ്ട ആവശ്യം നമുക്ക് ഇതിനകത്ത് വരുന്നില്ല. പിന്നെ വാച്ച് വരയ്ക്കുന്ന ഭാഗമുണ്ട്. അതും കറക്റ്റായിട്ട് തന്നെ വരയ്ക്കാൻ ശ്രമിക്കുക. മാക്സിമം നമ്മൾ റിയലിസ്റ്റിക് ആയിട്ടും കൊണ്ട് വരച്ചെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഔട്ട്ലൈൻ ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കണ്ണിൻ്റെ ഭാഗം വരച്ച് തുടങ്ങുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എനിക്ക് ഈ ഫോട്ടോയ്ക്കകത്ത് കണ്ണ് അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. ജസ്റ്റ് ഒരു ഷാഡോ പോലെയാണ് കണ്ണിൻ്റെ ആ ഭാഗമൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ ഞാനത് ആ ഒരു കാണുന്ന എങ്ങനെയാണോ അതുപോലെ തന്നെ ഇങ്ങോട്ട് പാർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളും മാക്സിമം ഇത് പറയാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഫോട്ടോ സെലക്ട് ചെയ്യുമ്പം ക്ലിയറുള്ള ഫോട്ടോ നോക്കിയെടുക്കുക. ഞാനിപ്പം എന്തെങ്കിലും നോക്കിയിട്ട് എനിക്ക് ഒരു സിനിമയ്ക്കകത്തൊരു ക്ലിയറുള്ള ഫോട്ടോ നല്ല കിട്ടിയില്ല. അപ്പോൾ ഞാനൊരു കിട്ടിയൊരു ഫോട്ടോ എടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഒരു ഭാഗങ്ങൾ ശരിക്കും കണ്ണിൻ്റെ ഭാഗങ്ങൾ ശരിക്കും കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ഷാഡോ പോലെ അവിടെ വരയ്ക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ ഫേസ് ഷെയ്ഡ് ചെയ്യാൻ ആരംഭിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ആദ്യം അപ്ലൈ ചെയ്യുന്ന യെല്ലോ കളറാണ്. അപ്പം ഞാൻ സാധാരണ പറയാറുണ്ട് നമ്മൾ ബ്രൗൺ കളർ ഒരു കളർ ഉപയോഗിച്ച് തന്നെ നമുക്ക് സ്കിൻ ടോൺ ഉണ്ടാക്കുന്നു. പക്ഷേ ഇതിൻ്റെ അകത്ത് നമ്മൾ ആ ഫോട്ടോയ്ക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും അതിൻ്റെ അകത്ത് കൂടുതൽ എടുത്ത് നിൽക്കുന്ന കളർ എന്ന് പറയുന്നത് യെല്ലോ കളറാണ്. അപ്പം നമ്മൾ ആ കളർ അവിടെ എന്താണ് കളർ നോക്കുക, ആ കളർ തന്നെ ഇങ്ങോട്ട് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ഫസ്റ്റ് ലെയർ എന്ന പോലെ നമ്മൾ ആദ്യം യെല്ലോ കളറാണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം അതിന് മുകളിൽ കൂടെ ഞാൻ ജസ്റ്റ് അവിടെ കണ്ണിൻ്റെയൊക്കെ ഭാഗത്ത് ഷാഡോ വരുന്ന ഭാഗത്ത് നമ്മുടെ ഓറഞ്ച് കളർ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ യെല്ലോ കളർ ആദ്യം ഫസ്റ്റ് മൊത്തം ഫേസ് മൊത്തം അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഓറഞ്ച് കളർ പുറമെ നിഴൽ വരുന്ന ഭാഗത്ത്, അതായത് ഷാഡോ അടിക്കുന്ന ഭാഗത്ത് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുക. നമ്മൾ ഗ്രാഫൈറ്റ് പെൻസിൽ നമ്മൾ ചെയ്യുമ്പം എന്താ പറയുക, നമ്മൾ കുറച്ച് കട്ടി കൂട്ടി പെൻസിൽ വെച്ച് തന്നെ കട്ടി കൂട്ടി അവിടെ ഷാഡോ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് അങ്ങനെയല്ല. ഇതിനകത്ത് നമ്മൾ യെല്ലോ കളറിന് മുകളിൽ കൂടെ ഓറഞ്ച് കളർ ഉപയോഗിച്ച് ഷാഡോസ് ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് കുറച്ച് കട്ടി കൂടിയ ഭാഗത്ത് നമ്മൾ ബ്രൗൺ കളർ ഉപയോഗിക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ബ്ലാക്ക് പെൻസിൽ വേണമെങ്കിലും ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. ചെറുതായിട്ട് അപ്ലൈ ചെയ്താൽ മതി. പിന്നെ കവളിൻ്റെയൊക്കെ ഭാഗം വരുന്ന അവിടെ ഒരു വര പോലെ വരുന്നുണ്ടല്ലോ വെച്ചിരിക്കുമ്പോൾ, ജസ്റ്റ് ആ ഭാഗങ്ങളൊക്കെ ഒന്ന് എടുത്ത് ഓറഞ്ച് കളർ ഉപയോഗിച്ച് തന്നെ എടുത്ത് ഷെയ്ഡ് ചെയ്യുക.
ഇപ്പോൾ ഷെയ്ഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാം, അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിൽ പെൻസിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ മാക്സിമം സമയം എടുത്ത് ബ്ലെൻഡ് ആകാൻ താമസം വരുന്നത് കളർ പെൻസിൽ ആയതുകൊണ്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണെന്ന് വെച്ചാൽ നല്ല താമസം വരുന്നുണ്ട്. നമ്മൾ ഗ്രാഫൈറ്റ് പെൻസിൽ ഉപയോഗിച്ച് ചെയ്യുന്ന പോലെ അത്ര നമുക്കൊരു ഇതായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ ഈസി അല്ല ഇത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഓരോ ഭാഗങ്ങളും നോക്കിയിട്ട് ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുക. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരുന്ന കളർ എന്ന് പറഞ്ഞാൽ യെല്ലോ കളറും ഓറഞ്ച് കളറും പിന്നെ ഇടയ്ക്ക് ബ്രൗൺ കളർ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ ഉള്ള ഭാഗത്ത് ഞാൻ ബ്രൗൺ കളർ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി നല്ലതായിട്ട് മനസ്സിലാക്കി നിങ്ങൾ ചെയ്യാം. മാക്സിമം ഫോട്ടോ നോക്കുക, അതെവിടെ തന്നെ ഇങ്ങോട്ട് കളർ ഏതൊക്കെയാണ് കളർ എന്ന് വെച്ചാൽ അത് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു പാർട്ട് നമ്മളിവിടെ നിർത്തുകയാണ്. നമ്മൾ അടുത്ത പാർട്ടായിട്ട് നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ ചെയ്യാം. വീഡിയോ ഒത്തിരി നീണ്ടു പോകുന്നതുകൊണ്ട് ഞാൻ ഈ ഒരു ഭാഗം ഇവിടെ വെച്ച് നിർത്തുകയാണ്.